ബിഗ് ബോസ് സീസൺ 6 ഡേ 59 ലൈവ് ആണ്. ബി ഹോട്ടലിന്റെ രണ്ടാമത്തെ ദിനമാണ്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇന്നലത്തെ ബി ഹോട്ടൽ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് കണ്ടസ്റ്റൻസ് ഒരു വിശകലനം നടത്തിയത്. ഏറ്റവും ബെസ്റ്റ് പെർഫോമറേയും ഏറ്റവും വേസ്റ്റ് പെർഫോമറേയും പവർ ടീമിലുള്ള ആളുകൾ ബാക്കിയുള്ള ആളുകളുടെ മുൻപിലേക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ലൈവ് വെച്ച് നോക്കിയ സമയത്ത് കണ്ടത് സാബുമോൻ അതേപോലെ തന്നെ പവർ ടീം എന്നിവരായിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. അത് ശരിക്കും ഹോട്ടലിന്റെ നടത്തിപ്പുകാർ എന്നുള്ള രീതിയിൽ വിളിച്ചതാണ്. എന്നാൽ ബസർ അടിക്കാത്ത സമയമായതുകൊണ്ട് ശരിക്കും പവർ ടീമായിട്ടുള്ള ഒരു ഡിസ്കഷനാണ് അവിടെ നടന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം റിവ്യൂവിൽ പറഞ്ഞിരുന്നു അത് എത്രത്തോളം ശരിയാകും എന്നുള്ളത് അറിയത്തില്ലായിരുന്നു. പക്ഷേ ശരിക്കും പവർ ടീമിലുള്ള ആളുകളെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ സാബുവിനെ പോലെ ഒരു ചലഞ്ചർ പോയിന്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള ആളുകൾക്കിടയിൽ ഒരു ഗെയിം കളിക്കാനായിട്ടുള്ള സാഹചര്യം നിലവിൽ സാബുവിന് ഇല്ലാത്തതുപോലെ പേഴ്സണലി എനിക്ക് തോന്നി. ഗെയിമല്ല, അവരെ ഒന്ന് ഓൺ ആക്കാൻ പറ്റുന്ന ഒരു സംഭവമില്ല. അത് സാബുവിൻ്റെ ഒരു പ്രശ്നമല്ല. ബാക്കിയുള്ള ആളുകൾക്ക് പുള്ളിയുടെ ഒരു ഏഴയലത്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗെയിമർ പ്രൊഫൈൽ ഇല്ല. എന്ന് വെച്ചാൽ ജിൻഡോ അവിടുത്തെ വലിയ ഗെയിമറാണ്. സീസൺ 6 വലിയ ആരാധക വൃന്ദമുള്ള ആളാണ് ജിൻഡോ. അപ്പൊ ജിൻഡോ ഒന്നുമല്ല. ഇപ്പൊ സാബുവിനെ പോലെ ഒരു ഗെയിമർ വരുന്ന സമയത്ത് ജിൻഡോ ഒന്നുമല്ല, പതപ്പിച്ച് പുറകെ നടക്കുകയാണ്. ഇപ്പൊ ജിൻഡോ തന്നെ പതപ്പിച്ച് പുറകെ നടക്കുന്ന സമയത്ത് സാബു ആർക്കെതിരെയാണ് ഗെയിം കളിക്കേണ്ടത്, അല്ലെങ്കിൽ ആരെയാണ് ശരിക്കും ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്? അതുകൊണ്ട് പുള്ളി പവർ ടീമിനെ മുഴുവനായിട്ട് എടുത്തിട്ടാണ് നിലവിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സംഭവമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പവർ ടീമിലുള്ള നോറ അതേപോലെ തന്നെ അൻസിബ അവരൊക്കെ പവർ റൂമിലായതുകൊണ്ട് ചില പവറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് നോറയ്ക്കെതിരെയും അതേപോലെ തന്നെ ഋഷിയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്രാങ്ക് ഇന്നലെ സാബുമോൻ പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ രാവിലെ പവർ ടീമിനെ വിളിക്കുന്ന സമയത്ത് അവരെ കുറച്ചും കൂടെ ഒന്ന് പ്രഷറൈസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് സാബുവിനുള്ളത്. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്കയുണ്ട്, നിങ്ങൾക്ക് എന്തോ ഒരു പേടി ഉള്ളതുപോലെ ഉണ്ട്, നിങ്ങൾക്കാണോ ക്യാപ്റ്റനാണോ പവർ കൂടുതൽ എന്നീ ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ പവർ ടീമിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ് പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു, മജോറിറ്റി പ്രേക്ഷകർക്ക്. കാരണം പവർ ടീം ഒരു പക ടീമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പകയാണ്, പക. വേറെ എത്ര വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടാലും ഇവർക്ക് പകയുള്ള ഒന്നോ രണ്ടോ ആളുകളിലേക്ക് മാത്രമായി അത് ചുരുക്കി അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പക ടീമിന്റെ മെയിൻ പരിപാടി. അപ്പോൾ അൻസിബ അതേപോലെ തന്നെ നോറ അവരുടെ ശത്രുക്കൾ ആരൊക്കെയാണ്? അപ്സര വലിയ ശത്രുവാണ്. അതുകൊണ്ട് അപ്സര എല്ലാ കേസിനകത്തും ഇവര് പിടിച്ചിടുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ജാസ്മിൻ ഉണ്ട്. റസ്മിന്റെ സിജോയോട് ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് സിജോ ഉണ്ട്. ജിൻഡോയെ ഏതെങ്കിലും സാഹചര്യത്തിൽ വലിച്ചിടാൻ പറ്റുമോ എന്നുള്ളത് നോറ നോക്കും. പക്ഷേ വേസ്റ്റ് പെർഫോമൻസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അൻസിബയുടെ പക എന്ന് പറയാവോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. എൻ്റെ പെർസ്പെക്റ്റീവിൽ അത് പക തന്നെയാണ്. കാരണം ഒരു ഗെയിമിൽ ഒരാളുടെ ഒരു ഗെയിം പെർഫോമൻസിനെ നമുക്ക് എടുത്തു പറഞ്ഞിട്ട് വിമർശിക്കാം. ഇപ്പോൾ അപ്സര പിറകെ നടന്ന് ടിപ്പ് ചോദിക്കുന്നത് തെറ്റെന്നല്ല, അതതിൻ്റെ രീതിയല്ല. അത് ഹോട്ടലിലെ ആ ഒരു ടോട്ടൽ ക്വാളിറ്റിയെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. ജാസ്മിൻ ഹൗസ് കീപ്പിംഗ് ഡ്യൂട്ടികൾ ചെയ്യുന്നത് തെറ്റായിട്ടാണ്, അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതിനകത്തൊരു പോയിന്റ് ഉണ്ട്, ബിഗ് ബോസിലൊരു പോയിന്റ് ഉണ്ട്. പക്ഷെ അൻസിബ എങ്ങനെയാണ് പറയുന്നത്? അപ്സര അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് റോങ് മെസ്സേജ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ക്യാരക്ടർ അസാസിനേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഈ പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇവരെന്തോ മോശം ആൾക്കാരാണ് എന്ന് പറഞ്ഞ് പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുട്ടികൾക്ക് റോങ് മെസ്സേജ് കൊടുക്കുന്ന ആളാണ് അപ്സര. മറ്റേ തട്ടുകടയിൽ നിന്ന് എന്തോ ഭക്ഷണം എടുത്ത് കഴിച്ചാനാണ് കുട്ടികൾക്ക് റോങ് മെസ്സേജ് കൊടുക്കുന്നത്. നമ്മൾ വലിയ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ആ മെസ്സേജിന്റെ കൂടെ ഉള്ളതാണ് ഈ പക ഗെയിം. അതേപോലെ തന്നെ ജാസ്മിനെ കുറിച്ചിട്ട് ഇന്ന് രാവിലെയും മറ്റേ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അതിനോടൊപ്പം ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ജാസ്മിനെ കുറിച്ചിട്ട് അനുസരിച്ച് പറഞ്ഞ എങ്ങനെയാണ്? മാനേഴ്സ് ഇല്ല, കൾച്ചർ ഇല്ല, ഒരു ജോലിക്ക് പോലും ഒരിടത്ത് നിർത്തത്തില്ല, ഇങ്ങനെ നീട്ടി വലിച്ചങ്ങോട്ട് പറയുകയാണ്. ശരിക്കും എന്താണ് ഹൗസിൽ ചെയ്തത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒരാളുടെ ക്യാരക്ടർ അതിപ്പോൾ അൻസിബ പറയുന്നത് പോലെ എല്ലാ ആൾക്കാരും ജഡ്ജ് ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമുണ്ട്. എന്തൊരു മോശ സ്വഭാവമാണ്. അവർക്ക് ജോലി കിട്ടുമോ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ എല്ലാ ആളുകൾക്കും ഇഷ്ടമില്ലാത്തതാണോ എന്ന കാര്യത്തെക്കുറിച്ചിട്ട് എന്തിനാണ് അവിടെ നിന്നിട്ട് മറ്റേ ജഡ്ജ് ചെയ്യുന്നത്? ഭയങ്കര പക പരിപാടിയാണ്. ഇപ്പോൾ ഒരു സുഹൃത്താണ് അല്ലെങ്കിൽ ഒരു ഗെയിമറാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. അല്ലാതെ എല്ലാ ദിവസവും വന്നിട്ട് ക്യാരക്ടർ അസാസിനേഷൻ നടത്തുക അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് മോശം ഇമേജ് പുറത്തേക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു ഗെയിമൊന്നുമല്ല. അതുകൊണ്ട് അൻസിബയുടെ ഗെയിമിനെ ഞാൻ ശക്തമായിട്ട് വിമർശിക്കുന്നു. ഇന്ന് രാവിലെ ഉയർന്നു വന്ന ഒരു ചെറിയ പ്രശ്നത്തിലേക്ക് വരാം. ഇന്നലെ അവിടെ ഒരു തട്ടുകട അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തട്ടുകടയിൽ നിന്ന് സാധനങ്ങൾ ഗസ്റ്റ് ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് എടുക്കേണ്ടത്, അത് പ്രോപ്പർട്ടിയാണ്. എന്നാൽ ഗസ്റ്റിനെ കൊണ്ട് അതിനകത്ത് സാധനങ്ങൾ എടുത്ത് കഴിച്ചു എന്നുള്ളതാണ് നോറയുടെ ആരോപണം. കുറേയധികം ആളുകൾ ആ ഒരു പരിപാടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവസാനം കറങ്ങി തിരിഞ്ഞ് അപ്സരയിലേക്ക് മാത്രമായിട്ട് അത് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. പിന്നീട് ഒരു ബാത്റൂം ഇഷ്യൂ ഉണ്ട്. ബാത്റൂം ഇഷ്യൂ എന്ന് പറയുന്നത് ഗസ്റ്റിന്
സ്പെഷ്യലായിട്ട് ഒരു ബാത്റൂം അലോട്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ബസർ ടു ബസർ മതിയല്ലോ അത് എന്ന് രാവിലെ ഒരു ആലോചന ഉണ്ടായി. ഗസ്റ്റ് അതിനെക്കുറിച്ച് ചോദിച്ചു. എൻ്റെ ബാത്റൂം വേറെ ഒരാൾ ഉപയോഗിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് അതിൽ ആക്ഷൻ എടുക്കാത്തത്, നിങ്ങൾക്ക് പവറല്ലേ, അങ്ങനെ തുടങ്ങിയ ഒരു ഡിസ്കഷനാണ്. ഏതായാലും ഇന്ന് മോർണിംഗിൽ പറയുകയുണ്ടായി, ബാത്റൂം ഗസ്റ്റിന് ബസർ ടു ബസർ ആണ് നമ്മൾ സ്പെഷ്യലായിട്ട് അനുവദിക്കുക, അല്ലാത്ത സമയത്ത് എല്ലാ ആളുകൾക്കും യൂസ് ചെയ്യാം. അതിനിടയിൽ ജാസ്മിൻ്റെ ഒരു ചോദ്യം, ആ ഒരു ചോദ്യം അൻസിബ ആൻഡ് നോറയൊക്കെ ദേഷ്യത്തോടെയാണ് നേരിട്ടത്. അവരൊന്നും മിണ്ടിയില്ല. അത്ര കലിപ്പാണ്, അത്രയധികം പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും ജാസ്മിനൊക്കെ ഈ അൻസിബ ആൻഡ് നോറയൊക്കെ. ജാസ്മിൻ പ്രൊവോക്ക് ചെയ്തിട്ടാണ് തിരിച്ച് ഇവരുടെ അടുത്ത് നിന്ന് ആ ഒരു പക വരുന്നത് എന്ന് വിചാരിക്കാം. അപ്സരയൊന്നും ശരിക്കും പറഞ്ഞാൽ പ്രൊവോക്ക് ചെയ്യാതെ തന്നെ എന്തോ ഒരു പകയാണ് അൻസിബയ്ക്കും അതേപോലെ തന്നെ നോറയ്ക്കും ഒക്കെ. അപ്പം ജാസ്മിൻ ചോദിച്ചൊരു സംഗതിയുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ബിബി ഹോട്ടൽ ടാസ്കിന്റെ ബസർ, അവസാനത്തെ ബസർ അടിച്ചത്. ഇത്ര സമയം വേണോ നിങ്ങൾക്ക് ആലോചിക്കാൻ? രാവിലെ പല ആളുകളും ബാത്റൂമിലേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. എന്നാൽ ആ ഒരു ചോദ്യത്തിന് പ്രത്യേകിച്ച് ഉത്തരം കാര്യങ്ങളൊന്നും കിട്ടിയില്ല. റസ്മിനും ഏതായാലും ജാസ്മിനെ പല സാഹചര്യങ്ങളിലും ടാർഗറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അത്രയധികം വെറുപ്പിക്കലാണ്. ഏറ്റവും വേസ്റ്റ് ആൻഡ് ബെസ്റ്റ് പെർഫോമറെ പവർ ടീമിലുള്ള ആളുകൾ വന്ന് പറയുകയാണ്. ഋഷി അപ്സരയാണ് ഏറ്റവും വേസ്റ്റ് ആയിട്ട് പറയുന്നത്. അദ്ദേഹം ടണൽ റൂമിലിരുന്ന് എല്ലാം മൊത്തത്തിൽ അലമ്പാക്കി, മോശമായിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു. പിറകെ നടന്ന് ടിപ്പ് ഇറന്ന് വാങ്ങിയതിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ ഋഷി പരാമർശിക്കുകയുണ്ടായി. ഏറ്റവും നന്നായിട്ട് ചെയ്തത് സായി എന്നുള്ളതാണ് ഋഷി പറയുന്നത്. സായി ഒരു റോബോട്ടായിട്ട് കറക്റ്റ് എല്ലാ സേവനങ്ങളും ആളുകൾക്ക് കൊടുത്തു. ഗസ്റ്റ് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും നല്ല രീതിയിൽ പറഞ്ഞു. നോറ ഏറ്റവും നല്ല പെർഫോമൻസ് ആയിട്ട് ശ്രീരേഖയാണ് പറയുന്നത്. ശ്രീരേഖ ഒരു സെക്യൂരിറ്റി ആയിട്ട് ഇന്നലെ വേഷപ്പകർച്ച നടത്തിയിരുന്നല്ലോ. അപ്പോൾ അത് കണ്ട സമയത്ത് അതധികം കണ്ടില്ല, നമുക്കത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ലൈവിൽ അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകൾ അത് ഫുൾ ടൈം കണ്ടതുകൊണ്ട് അവർക്ക് നന്നായി തോന്നിയിട്ടുണ്ടാവും. നമുക്ക് അത് കട്ട് ചെയ്തിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഏറ്റവും നല്ല പെർഫോമറായിട്ട് ശ്രീരേഖയെ തിരഞ്ഞെടുക്കുന്നു. അതേപോലെ നോറ ഇതിനകത്ത് എടുത്തു പറഞ്ഞൊരു സംഗതിയുണ്ട്, വെറുപ്പിച്ചില്ല ഗസ്റ്റിനെ. അത് ശരിയാണ്, ഗസ്റ്റിനെ വെറുപ്പിച്ചില്ല. നോറ പറഞ്ഞ വേസ്റ്റ് ആയിട്ടുള്ള പെർഫോമർ ജിൻഡോ ആണ്. ഷെഫാണ്, പക്ഷെ ഫുൾ ടൈം ഗസ്റ്റിനോടൊപ്പമാണ്. എപ്പോഴും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരുന്ന ഒരു ഷെഫിനെ ഹോട്ടൽ ഓണർ എന്നുള്ള രീതിയിൽ നോറയ്ക്ക് ഇഷ്ടമില്ല പോലും. ഇപ്പോൾ എങ്ങനെയാണ് ബെറ്റർ ആക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ബെറ്റർ ആക്കേണ്ടത്? അടുക്കളക്കാരൻ്റെ പണി നോക്കണം, അല്ലാതെ എന്താണ്? നോറ എങ്ങനെയല്ല പറഞ്ഞത്, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ജിൻഡോയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. സാബുവിനെ കണ്ടപ്പോഴത്തേന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാര്യങ്ങൾ അറിയണം, അതേപോലെ തന്നെ സാബുവിൻ്റെ മുൻപിൽ ഒരു മികച്ച ഗെയിമറായിട്ട് പെർഫോം ചെയ്യണം, സാബുവിനോടൊപ്പം ആ ഒരു പവർ കൈകാര്യം ചെയ്യണം. സീസൺ 6 രാജാവാണെന്നാണല്ലോ സ്വയം വിചാരിക്കുന്നത്. അപ്പോൾ സാബുവൊക്കെ വരുന്ന സമയത്ത് സാബുവിനോടൊപ്പം മേശ പങ്കിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം പാവത്തിനുണ്ട്. പിന്നീട് വരുന്നത് അഭിഷേകാണ്. ബെസ്റ്റ് പെർഫോമറായിട്ട്, ബെസ്റ്റ് ഹോട്ടൽ സ്റ്റാഫായിട്ട് ശ്രീരേഖയാണ് പറയുന്നത്. ആ ഒരു ക്യാരക്ടർ പിടിച്ചതിനെ കുറിച്ചിട്ടാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് അത് അധികം കാണാൻ പറ്റിയില്ല. ലൈവിൽ കുറേയധികം കട്ട് ചെയ്ത് കളഞ്ഞു. അവർക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബെസ്റ്റ് പെർഫോമൻസ് എന്റർടൈൻമെന്റ് ടീമിന്റെയാണ്. പിറകെ നടന്ന് വെറുപ്പിക്കുന്നു. ഒരാൾ എടുത്തു പറയേണ്ടതുകൊണ്ട് അപ്സരയെ കുറിച്ചിട്ട് പറയുന്നു. അൻസിബ വരുന്നു. അൻസിബയും ബെസ്റ്റ് പെർഫോമറായിട്ട് പറയുന്ന ശ്രീരേഖയാണ്. പക്ഷേ ശ്രീരേഖ എല്ലാ ആൾക്കാരും പറഞ്ഞതുകൊണ്ട് ശ്രീധുവിനെ പറയുകയാണ്. അദ്ദേഹം നല്ല ഒരു ഷെഫായിരുന്നു, നല്ല മാനേഴ്സ് ഉണ്ടായിരുന്നു, എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു. വേസ്റ്റ് ആയിട്ട് പറയുന്നത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ജാസ്മിനെ കുറിച്ചിട്ടാണ്. ചായ മഗ്ഗിൽ സ്പൂൺ ഇട്ടിളക്കി ബഹളം ഉണ്ടാക്കി എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ആരോപണം. അതുകൊണ്ട് ഹോട്ടൽ ഓണേഴ്സിനും ഗസ്റ്റിനും സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. സാബു ഈ സമയത്തൊക്കെ വലിയ ചിരിക്കുന്നുണ്ട്. അതേപോലെ പുറത്ത് നിന്ന് നമ്മുടെ ഓണേഴ്സിൻ്റെ മീറ്റിംഗ് പുറത്ത് നടക്കുന്ന സമയത്ത് അകത്തേക്ക് പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ പോകാൻ കൂട്ടാക്കിയില്ല. കൾച്ചർ ഇല്ലാത്തതുകൊണ്ടും മാനേഴ്സ് ഇല്ലാത്തതുകൊണ്ടും ഒക്കെയാണ് ഒരിടത്തും ജോലിക്ക് പോലും എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നീട്ടി വലിച്ചടിക്കുകയാണ്. റസ്മിൻ ബെസ്റ്റ് പെർഫോമറായിട്ട് അർജുനെയാണ് പറയുന്നത്. അർജുൻ നല്ല രീതിയിൽ ആ ഒരു ക്യാരക്ടർ പിടിച്ചു. ഒരു റൂം ബോയ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തു. അതേപോലെ മറ്റേ നമ്മൾ ശ്രദ്ധിച്ചാണ്, ഈ ടിപ്പൊന്നും ഇറന്ന് വാങ്ങാനായിട്ടൊന്നും വലിയ ആവേശം കാണിച്ചില്ല. വേസ്റ്റ് ആയിട്ട് ഡ്യൂട്ടി ചെയ്തത് സിജോ ആണ്. സിജോ പറഞ്ഞ ഡ്യൂട്ടി ചെയ്തില്ല. ഈഗോ ഉള്ളിലുള്ളതുപോലെ തോന്നി. പവർ ടീമാണ് ഈ ബെസ്റ്റിനും വേസ്റ്റിനും തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ഗസ്റ്റ് വന്ന് പറയുകയാണ്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഗസ്റ്റ് വേണ്ട എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ആദ്യം. പിന്നീട് ടാസ്ക് ലെറ്റർ വായിച്ച സമയത്താണ് ഗസ്റ്റിന് ഒരു സ്പേസ് ഉണ്ട് എന്ന് മനസ്സിലായത്. സാബു നല്ല പെർഫോമറായിട്ട് സെക്യൂരിറ്റിയെ പറയുന്നുണ്ട്. പിന്നെ എന്റർടൈൻമെന്റ് ടീം കൊള്ളാമെന്ന് പറയുന്നു. എന്റർടൈൻമെന്റ് ടീമാണ് ഏറ്റവും വേസ്റ്റ് എന്നുള്ളതാണ് പവർ ടീം പറയുന്നത്. കിച്ചൺ ടീം കുഴപ്പമില്ലാത്ത ടീമായിരുന്നു. പക്ഷേ ഇന്നലെ ഉള്ളിവട ഉണ്ടാക്കി, അതേപോലെ തന്നെ മുട്ട ബജി ഉണ്ടാക്കി. ഒരു ഉള്ളിവട ടേസ്റ്റ് ചെയ്തത് മാത്രം ഓർമ്മയുണ്ട്. പക്ഷേ ടേബിളിലേക്ക് വന്ന സമയത്ത് ഉള്ളിവട കാണുന്നില്ല. അത് ഒരു ക്ലാരിറ്റി അവിടെ വരികയുണ്ടായി. അർജുൻ പറഞ്ഞു ആ സമയത്ത് ബസ് അടിച്ചു, ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞു, പിന്നെ ഗസ്റ്റിനെ എന്ത് നോക്കാനാണ്, എല്ലാവരും ഉള്ളിവട എടുത്തുകൊണ്ട് ഓടി. അങ്ങനെയൊക്കെ ആയിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി. ഇന്ന് ശ്വേത ഹൗസിലേക്ക് വരുന്നുണ്ട്. അടുത്ത ഗസ്റ്റാണ്. ഇത്തിരി മെച്ചുവേർഡ് ആയിട്ടുള്ള ടോപ്പ് ഗെയിമേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഇത്തവണ ചലഞ്ചേഴ്സ് ആയിട്ട് വരുന്നത്.
അമിതാവേശം, അതേപോലെ തന്നെ പ്രകടനങ്ങൾ, അതൊക്കെ വളരെ കുറവാണ് സാബുവിൻ്റെ അടുത്ത് തോന്നുന്നത്. വളരെ നൈസായിട്ടുള്ള ഒരു ഗെയിം അപ്രോച്ച് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. അയാൾ ശരിക്കും പറഞ്ഞാൽ സീസൺ 1 കളിച്ച ഒരു കളി ഇറക്കി കഴിഞ്ഞാൽ അത് താങ്ങുന്ന കണ്ടസ്റ്റൻസ് ഇവിടെ ഇല്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം. ഇവർ മറ്റേ ഒരുമാതിരി കിഡിഷ് അപ്രോച്ചാണ്, ഈ മറ്റേ തട്ടിമുട്ടി സർവൈവ് ചെയ്ത് പോകാൻ വേണ്ടിയുള്ള ഒരു ഗെയിമാണ്, അല്ലാതെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഗെയിമില്ല. സീസൺ 5 പോലും ഒരു പവർ ഇല്ല. വേറെ ഒരാൾ ഹൗസിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു പവർ ഉണ്ടല്ലോ, അവർ കൈയടക്കരുത് എന്ന് പറയുന്ന ആ ഒരു ചിന്തയൊക്കെ ഉണ്ടല്ലോ, അതുപോലും നമുക്ക് സീസൺ 6 കാണാനായിട്ട് സാധിക്കത്തില്ല. എല്ലാ ആൾക്കാരും ഒരേ ടൈപ്പ്. നിങ്ങളുടെ അഭിപ്രായം പറയുക. നന്ദി.